ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ എന്താ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങിച്ചോ? ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാത്തവർ മാക്സിമം മൺഡേ ആകുമ്പോഴത്തേക്കും തന്നെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ നമുക്ക് അവധിയാണെന്നറിയാലോ. മൺഡേ ആകുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ ശ്രമിക്കൂ കേട്ടോ. നമുക്ക് ക്ലാസ് സ്പീഡിൽ പോകേണ്ടതില്ല, അതിൻ്റെ അല്ല. എന്നാലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ, പോയിന്റ്സ് അതിൽ മാർക്ക് ചെയ്യല്ലേ വേണ്ടുള്ളൂ. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച് ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഞാനതിൻ്റെ സിലബസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മീനിങ്, ഡെഫിനീഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് EDP ആണ്. ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നുള്ളൂ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് EDP എന്നാണ്. അപ്പോൾ അതാണ് ആ രീതിയിൽ ഞാൻ എഴുതുന്നുള്ളൂ. ഓക്കെ, the word entrepreneur is derived from the French word entrepreneur. It means to undertake. Thus, entrepreneur is a person who undertakes the risk of new enterprises. ഒരു ഫ്രഞ്ച് വേർഡായ എൻ്റർപ്രണർ എന്ന വേർഡിൽ നിന്നാണ് എൻ്റർപ്രണർ ഉണ്ടായിരിക്കുന്നത്. ഈ വേർഡിൻ്റെ അർത്ഥം അണ്ടർടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അണ്ടർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റെടുക്കുക അല്ലേ? അപ്പോൾ ഒരു റിസ്ക് ഏറ്റെടുക്കില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിസ്ക് ഏറ്റെടുക്കാനുള്ള കഴിവ് തന്നെയാണ്. എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഫെയിലിയർ ആവാം, ചിലപ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് വേറെ ബിസിനസ്സിലേക്ക് വരാം, ചിലപ്പോൾ ആദ്യത്തെ തന്നെ സക്സസ് ആവണമെന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റിസ്ക് ഏറ്റെടുക്കാൻ കഴിവുണ്ടാവണം. പുതിയ പുതിയ ഇന്നോവേഷൻസ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി നോക്ക്. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ഏത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളാണ് ഇല്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിന്ന് അപ്പോൾ ഇത്രയും കോമ്പറ്റേറ്റഡ് ആയിട്ടുള്ള വേൾഡ് നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആദ്യം തന്നെ ചെയ്യുന്ന നമ്മുടെ നമ്മൾ ബ്രഷ് ചെയ്യുന്നു അല്ലേ? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ നമ്മൾ വീട്ടിലെ നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ കിടക്കുന്ന ബെഡ്, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടില്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൈല്, അതിൻ്റെ ഷോപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, പെന്ന്, മൊബൈല്, ബൈക്ക്, ഫോൺ, എന്തൊക്കെ വേണം അതിനൊക്കെ, അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് സോപ്പ്, വാഷിംഗ് പൗഡർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സസ്, ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ, ഡിഫറെൻറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലെ പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഞാൻ കുന്നംകുളത്ത് താമസിക്കുന്ന ആളാണ്. എനിക്കൊരു ഡ്രസ് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ കുന്നംകുളത്തെ ടൗണിലെ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ എത്ര ഷോപ്പുണ്ട്? നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ എത്ര ഷോപ്പുണ്ട്? എനിക്കൊരു കോഫി കുടിക്കണമെങ്കിൽ, എനിക്കൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു മൊബൈൽ വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെ ചോയ്സസ് ഇന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ലോകത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ലാഭമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിലെ നിലവിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലേക്കാക്കി മാറ്റണമെങ്കിൽ എന്തെങ്കിലും കുറേ അഡ്വാൻറ്റേജസ്, എന്തെങ്കിലും കുറേ ഇന്നോവേഷൻ മീൻസ് സംതിങ് ന്യൂ അല്ലേ, അതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ entrepreneur is a person who undertake the risk of new enterprise. Okay, then definition. ഒരുപാട് ഡെഫിനേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 2 ഡെഫിനേഷൻ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡെഫിനേഷൻ ഡിഫൈൻ entrepreneur എന്ന് പറയുന്ന ടോപ്പിക്കിനെ എടുക്കാവുന്നതാണ്. In the words of JB Seth, an entrepreneur is one who bring together the factors of production and combine them into a product. What are the factors of production? Land, labor, capital and organization അല്ലേ? ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു പേഴ്സൺ ആണ് ആരെ? entrepreneur. According to Joseph A. Schumpeter, define an entrepreneur. entrepreneur ഞാൻ ENTR എന്ന ഷോർട്ടിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. entrepreneur സ്പെല്ലിങ് നമ്മളെപ്പോഴും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ പഠിച്ചുകൊണ്ട് ഇപ്പോഴത്തെ തെറ്റില്ല. ENTREPRENEUR അങ്ങനെയാണ് പഠിക്കുക. ENTREPRENEUR. അപ്പോൾ ഏതൊർക്കത്തിൽ വിളിച്ചാലും എൻ്റർപ്രണറുടെ സ്പെല്ലിങ് തെറ്റാതെ പറയണം. ഓക്കെ, ആൻ എൻ്റർപ്രണർ ആസ് വൺ ഹു ഇന്നോവേറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, റൈസ് മണി, പണം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അസംബിൾ ഇൻപുട്ട് ആൻഡ് സെറ്റ് ദം ആൻ ഓർഗനൈസേഷൻ,
going with his ability to identify them and opportunities which other are not able to fulfill such economic opportunities. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും നല്ല ഇക്കണോമിക്കലായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹോട്ടല് നമ്മളൊരു മീൽസ്, ഇന്നിപ്പോൾ നമുക്കൊരു മീൽസിന് ഒരു 50 രൂപയാണ് സാധാരണ ഒരു മീൽസിനെങ്കിൽ തൊട്ടപ്പുറത്തെ കടയിൽ നേർക്ക് നേരെയുള്ള ഒരു അടുത്തടുത്ത അല്ലെങ്കിൽ ഒരു ഹോട്ടലാണ് 50 രൂപയ്ക്കാണ് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റു കടയിൽ 40, 60, 70, 90 ഒരു സാധാ മീൽസിനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 50 രൂപയുടെ മീൽസിലേക്ക് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യും. അപ്പോൾ 90 രൂപയ്ക്ക് കൊടുക്കുന്ന ആൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രഷ് ഓയിലും ഒക്കെ വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവനത് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് അവൻ വല്ല ചീഞ്ഞ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മോശമായ ഓയിലോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. അവിടെയല്ല അതിൻ്റെ കാര്യം. സെയിം ടൈം കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും അതേ സമയം റീസണബിൾ റേറ്റിൽ കൊടുക്കാൻ സാധിക്കുന്നത് പോലെയുള്ള സോഴ്സ് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സെല്ലർക്ക് മാത്രമേ അവിടെ നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ഡെഫിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് പിന്നെ ആദ്യത്തെ ചെയ്യും അല്ലേ, രണ്ടായാലും കുഴപ്പമില്ല. ആരുടെ ഡെഫിനേഷൻ ആണെന്ന് അവിടെ എഴുതിയിട്ട് മാത്രം അത് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ നമുക്ക് 15 പോയിന്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് 5 പോയിന്റ് എടുക്കും, ബാക്കി 10 പോയിന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ആൻ എൻ്റർപ്രണർ ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ഹി ഈസ് എ കാറ്റലിസ്റ്റ്. എ എന്നുള്ളതിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ടില്ല. എ കാറ്റലിസ്റ്റ് എന്നാണ്, അതായത് സമൂഹത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മളെന്നും വെറൈറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. എന്നും ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുമ്പോൾ അമ്മ എന്നും ഇഡ്ഡലിയും ദോശയാണോ അല്ലെ, എന്തെങ്കിലും വെറൈറ്റി ആഗ്രഹം. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന ഒരു പുതിയ മോഡൽ ബൈക്ക് ഇറങ്ങിയാലും, നിങ്ങൾ ഈ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഒരു പുതിയ മോഡൽ മൊബൈൽ ഇറങ്ങിയാലും, ഒരു ഡ്രസ്സ്, അതൊക്കെ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ സൊസൈറ്റിയിലെ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം. improve technology and product and the society. An entrepreneur is an action oriented, highly motivated individual to take risk to achieve goals. Entrepreneur is creative and result oriented. He works hard in return for the personal and financial reward. എന്തിനു വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിനും സാമ്പത്തികപരമായ നേട്ടത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. Entrepreneur accepts responsibilities with enthusiasm and endurance. വളരെ ആകാംക്ഷയോടുകൂടി വളരെ ഉത്സാഹത്തോടുകൂടി ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ബാക്കി 10 പോയിന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.